ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, കൂർഗ് ടു മൈസൂർ ഒരു ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണാം. രാവിലെ ഒരു 7:30 കേട്ടോ നമ്മൾ പുറപ്പെട്ടത്. പിന്നെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ കയറിയിട്ടുണ്ടായിന്. ഈ ഒരു ഹോട്ടലിൽ നല്ല റഷ്യാണ് കേട്ടോ. സീറ്റ് തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ടായി. ഫുഡും അടിപൊളിയാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് മസാല ദോശ, വട. ബ്രേക്ക്ഫാസ്റ്റിലും പല വെറൈറ്റീസ് ഉണ്ടായിന്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു ബിസിബേളെ ബാത്ത് ഉണ്ട്. ഇതാണ് കേട്ടോ അതും അടിപൊളിയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നമ്മളിതാ മൈസൂർ എത്തിയിട്ടുണ്ട്. സൂയിലേക്കാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നത്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിന്. ഉള്ളിലേക്ക് കയറുമ്പം തന്നെ അവർ ചെക്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും ഉള്ളിൽ അലൗഡല്ല. ഉള്ളിൽ കയറുമ്പം തന്നെ നല്ലൊരു ആംബിയൻസാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു വൈറ്റ് മൈലിനാണ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അത്യാവശ്യം നല്ല റഷ്യാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്ത പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ഇത് കാണാൻ നല്ല രസം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെക്കാട്ടും കൂടുതൽ കുട്ടികളാണ് കേട്ടോ ഇവിടെ വന്നവർ എൻജോയ് ചെയ്യുന്നത്. അവരിതെല്ലാം കാണുന്നത് ഫസ്റ്റ് ടൈം അല്ലേ. പിന്നെ എടുത്തു പറയേണ്ടത് ഇവർ ഈ ഒരു സെറ്റിങ്സാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവർ ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കരടിയ അങ്ങനെ എന്തോന്ന് കേട്ടോ. ഇത് ചില്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല രസയില്ലേ. ഇത് എന്തോ തരത്തിലുള്ള ഒരു കുരങ്ങനാണ്. പിന്നെ അത് ചിമ്പാൻസിയാണ്. അങ്ങനെ ഇങ്ങനെയെല്ലാം കാണാനും തന്നെ നല്ല രസമാണ്. ഇതൊരു എന്തോ ഇതിലുള്ള ഒരു കുരങ്ങനാണ്. ഇതെല്ലാം മരമാണ് കേട്ടോ. എനിക്കിഷ്ടമായിട്ടുള്ളത് എന്താ പറയുക, ഇവർ നല്ലൊരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സീബ്ര, അങ്ങനെ കുറേ തരം ഉണ്ട് കേട്ടോ. ഇതും ചിമ്പാൻസിയാന്ന് തോന്നുന്നു. ഇത് കരടി. നല്ല രസമുണ്ട് കേട്ടോ. ഇവർ സെറ്റിങ്സ് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. മരങ്ങളിനെ കൊണ്ടെല്ലാം അവർ നല്ല രീതിയിലാണ് ഇതാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ മാനാണ് കേട്ടോ. കുറേ മാനുണ്ട്. പിന്നെ ആന. ഇതൊരു എന്തോ ഒരു വെറൈറ്റീസിലാനാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഐസ്ക്രീമെല്ലാം ഉണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ 11:30 കഴിഞ്ഞിട്ട് 1:30 കേട്ടോ തിരിച്ചിറങ്ങിയിട്ടുണ്ടായി. അത്യാവശ്യം നല്ലതുപോലെ നടക്കാനുണ്ട്. ഫസ്റ്റ് ടൈമെല്ലാം പോകാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് തൊട്ടിപ്പുറം തന്നെയുള്ളത് ഈ ഒരു ഫിഷിൻ്റെ സ്ഥലത്തേക്കാണ്. അത്യാവശ്യം നല്ല എൻട്രി ഫീസും ഉണ്ട്. കാണാനും ഫസ്റ്റ് ടൈമാണ്, കാണാനും വലുതായിട്ട് കുഴപ്പമില്ല. പിന്നെ ഇതിൽ കൂടുതൽ കുട്ടികൾ തന്നെയാണ് കേട്ടോ എൻജോയ് ചെയ്യുക. നമ്മൾ പോയത് വെക്കേഷൻ ടൈമാണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ ആളുണ്ട്. പിന്നെ പല വെറൈറ്റീസിലെ മീനുകൾ കണ്ട്. ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. കുട്ടികൾക്കല്ല ഇങ്ങനെ മീനുകളോടെല്ലാം അത്യാവശ്യം നല്ല താല്പര്യമെല്ലാം ഉണ്ടാകുക. എനിക്ക് പിന്നെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഈ ഒരു സംഭവമെല്ലാം കാണാൻ പക്ഷേ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കണ്ടേന്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ പോയത് ആദ്യം ഈ ഒരു ഹോട്ടലിലേക്കാണ്. പക്ഷെ അവിടെ നല്ല റഷാണ് കേട്ടോ. അവിടുത്തെ സെറ്റപ്പും അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെയുള്ള ഒരു ഹോട്ടലിലേക്കാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് കഴിച്ചത് ആന്ധ്ര ചിക്കൻ ബിരിയാണി കേട്ടോ. ആ ഒരു ബിരിയാണി എടുത്തു പറയേണ്ടതാണ് കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ് കേട്ടോ. ഈ ഒരു സംഭവം നമുക്ക് അവർ ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് കേട്ടോ. ഫ്രീ ആണ്. അത്യാവശ്യം പല വെറൈറ്റീസിലുള്ള സ്വീറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കത് അവർ ടേസ്റ്റ് ചെയ്യാനും കൂടി തരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. പല വെറൈറ്റീസിലുള്ള മൈസൂർ പാക്ക് തന്നെ ഉണ്ട്. വെല്ലത്തിൻ്റെ അങ്ങനെ പല വെറൈറ്റീസിലുണ്ട്. ഇതെന്താ അവിലിൻ്റെ എന്തോ സാധനം കേട്ടോ. സോന കേക്ക്. പിന്നെ ഇതാ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയതിലുണ്ട്. ഈ ഒരു സാധനം അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ സ്വീറ്റ്സ് തന്നെ കുറേ ഉണ്ട്. പിന്നെ നമ്മളിതാ
ഈ ഒരു സാധനവും പിന്നെ വാങ്ങിയിട്ടുണ്ടായത് വെള്ളത്തിൻ്റെയും പിന്നെ സാധാ മൈസൂർ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ സിൽക്ക് സാരിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായി. ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ ഇതിലൊന്ന് കാണാനും നല്ല രസം തന്നെയല്ലേ. അങ്ങനെ അവിടുത്തെ നേരെ പോയത് ഈ ഒരു സ്ഥലത്തേക്കാണ്. പിന്നെ അവിടെയും കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ള ഇതെല്ലാം ഉണ്ട്. ഈ ഒരു ജീപ്പ് ഓടിക്കാൻ 100 മറ്റാണ് കേട്ടോ റേറ്റ്. പിന്നെ ഇവിടുന്ന് നേരെ പോയത് ഈ ഒരു മാളിലേക്കാണ്. അവിടുന്ന് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.